പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ജൂൾ നിയമം, അതായത് ജൂൾസ് ലോ, ഇതുമായി ബന്ധപ്പെട്ട ഗണിതവാക്യങ്ങൾ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് റിലേറ്റഡ് ടു ജൂൾസ് ലോ, പിന്നെ ചാലകത്തിൽ അനുഭവപ്പെടുന്ന താപത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ദാറ്റ് ഈസ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹീറ്റ് ഓൺ എ കണ്ടക്ടർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിലെ രണ്ടാം ഭാഗം, ഒരു സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ബന്ധിപ്പിക്കാം, അതായത് അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ എ സർക്യൂട്ട്, ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സാധാരണയായി നമ്മൾ രണ്ട് രീതിയിലാണ് ഇവ ബന്ധിപ്പിക്കുന്നത്. ഒന്ന് ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ, രണ്ടാമത്തെ പാരലൽ രീതി അഥവാ സമാന്തര രീതി. അപ്പോൾ സമാന്തരമായും അത് പാരലലാണ്, രണ്ടാമത്തെ ശ്രേണി അതായത് സീരീസാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവയെ ബന്ധിപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 13, പേജ് 13, ഫിഗർ 1.4 AB ഇവ ശ്രദ്ധിക്കുക. ഇവയിൽ ചിത്രം എയിൽ പാരലൽ കണക്ഷൻ അതായത് സമാന്തര രീതിയിലും ചിത്രം ബിയിൽ ശ്രേണി രീതിയിൽ അതായത് സീരീസ് കണക്ഷനിലുമാണ് ബൾബുകളെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 2-3 വർക്ക്ഷീറ്റ് പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് ബൾബ് കൂടുതൽ ശക്തിയായി പ്രകാശിച്ചത്? അപ്പോൾ ഇവിടെ ഇൻ വിച്ച് സർക്യൂട്ട് ഡസ് ദ ബൾബ് ഗ്ലോ വിത്ത് ഹൈ ഇൻറ്റൻസിറ്റി? നമുക്കറിയാം ഒന്നാമത്തെ ആണ് എന്ത് ചെയ്ത് ബൾബ് കൂടുതൽ ശക്തിയായി പ്രകാശിച്ചത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ രണ്ട് സർക്യൂട്ടുകളിൽ നിന്നും ഓരോ ബൾബ് നമ്മൾ ഊരി മാറ്റുക. അപ്പോൾ റിമൂവ് 1 ബൾബ് ഫ്രം ഈച്ച് സർക്യൂട്ട്. വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് നിങ്ങൾ കാണുന്നത്? നമുക്കറിയാം എന്താ കാണുക, സമാന്തര രീതി അതായത് പാരലൽ കണക്ഷനിൽ ഒരു ബൾബിനെ അഴിച്ചു മാറ്റിയാലും രണ്ടാമത്തെ ബൾബ് കത്തുന്നു. എന്നാൽ ശ്രേണി രീതി അതായത് സീരീസ് കണക്ഷനിലുള്ള ചിത്രത്തിൽ അല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നില്ല, 2 ബൾബുകളും കത്തുന്നില്ല. വൈ ഡു ദ ബൾബ്സ് ഇൻ ഫിഗർ 1 ഗ്ലോ വിത്ത് മാക്സിമം ബ്രൈറ്റ്നസ്? അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ എന്തുകൊണ്ടാണ് ബൾബ് കൂടുതൽ ശക്തിയായി പ്രകാശിക്കാൻ കാരണം? അവിടെ എന്താ നമ്മൾ പറയുക, ഒന്നുകിൽ ഓവറോൾ റെസിസ്റ്റൻസ് ഈസ് ലെസ്, അതായത് സഫല പ്രതിരോധം വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടേബിൾ 1.5 പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കവിടെ മോഡ് ഓഫ് കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അതായത് സഫല പ്രതിരോധം തന്നിട്ടുണ്ട്, വോൾട്ടേജ് ഓരോന്നിലും കിട്ടുന്ന വോൾട്ടേജ് എത്രൻ്റെ വ്യത്യാസം തന്നിട്ടുണ്ട്, ഓരോന്നിലുമുള്ള കറണ്ട് എങ്ങനെയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒന്നാമത്തെ ശ്രേണി അതായത് സീരീസ് കണക്ഷനും അതിൽ രണ്ടാമത്തെ പാരലൽ അതായത് സമാന്തര രീതിയുമാണ്. അപ്പോൾ ഇവ എന്താണെന്നുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടെത്തുക. ഇനി എന്താണ് സീരീസ് കണക്ഷൻ അതായത് ശ്രേണി രീതി? സീരീസ് കണക്ഷൻ അഥവാ ശ്രേണി രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രതിരോധങ്ങളെ ഒന്നിൻ്റെ ഒരറ്റം അടുത്തേതുമായിട്ട് ഇങ്ങനെ തുടർച്ചയായി ബന്ധിപ്പിക്കുന്ന രീതിയാണ്. അതായത് സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ് ബൈ കണക്റ്റിംഗ് ദ റെസിസ്റ്റേഴ്സ് വൺ ആഫ്റ്റർ ദ അതർ. ഒന്ന് മറ്റൊന്നിനോട് ചേർത്ത് ബന്ധിപ്പിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക, സീരീസ് കണക്ഷൻ എന്ന് അഥവാ ശ്രേണി രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ റെസിസ്റ്റേഴ്സിനെ നമ്മൾ ബന്ധിപ്പിക്കുന്ന ബാറ്ററിയുടെ പോസിറ്റീവുമായും ബാക്കിയുള്ള എല്ലാ റെസിസ്റ്റേഴ്സും ഒന്നാമത്തേതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. ആ ബാറ്ററിയുടെ നെഗറ്റീവുമായി അവസാനത്തെ റെസിസ്റ്റേഴ്സ് ഏതാണോ അതിനെയാണ് കണക്ട് ചെയ്യുക. 3 എണ്ണമാണ് തന്നതെങ്കിൽ ഒന്നാമത്തതിനെ പോസിറ്റീവുമായി ബന്ധിപ്പിക്കുന്നു, മൂന്നാമത്തതിനെ നമ്മൾ സെല്ലിൻ്റെ നെഗറ്റീവുമായി ബന്ധിപ്പിക്കും. അപ്പോൾ ഈ 2 ടെർമിനൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ്, ഇവയ്ക്കിടയിലുള്ളതാണ് എന്ത്, അതിൻ്റെ വോൾട്ട് എന്ന് പറയുന്നത്. ഈ 2 അഗ്രങ്ങൾക്കുമിടയിലാണ് എന്ത് ലഭിക്കുന്നത്, നമുക്കിതിൻ്റെ വോൾട്ടത ലഭിക്കാം. മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് R1, നിങ്ങളുടെ പേജ് നമ്പർ 15 ചിത്രം 1.6. അപ്പോൾ R1, R2 എന്നീ 2 റെസിസ്റ്റേഴ്സ് അതായത് പ്രതിരോധങ്ങളാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ R1 കിട്ടുന്ന വോൾട്ടത എന്ന് പറയുന്നത് V1 ആയിരിക്കും,
R2 കിട്ടുന്ന വോൾട്ടത എന്ന് പറയുന്നത് എന്തായിരിക്കും? V2 ആയിരിക്കും. അപ്പോൾ ആകെ വോൾട്ടത, അതായത് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? V1 + V2 ആയിരിക്കണം, അല്ലേ? പക്ഷേ V എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. V/I = R എന്നാണ് ഓംസ് ലോ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ഓംസ് ലോ V/I = R. അതുകൊണ്ട് V = എന്ത് കിട്ടി? IR എന്ന് കിട്ടി. VIR ആണെങ്കിൽ V1 = എന്തായിരിക്കണം? I × R1 ആയിരിക്കണം. V2 = എന്തായിരിക്കും? I × R2 ആയിരിക്കും, അല്ലേ? അപ്പോൾ IR = IR1 + IR2. നമ്മൾ എത്ര എണ്ണം ബന്ധിപ്പിക്കുന്നു? IR3 + IR4 എന്നും പറഞ്ഞ് നമുക്ക് ചെയ്യാം. അപ്പോൾ IR = IR1 IR2 IR3 എന്നെല്ലാം എടുക്കുമ്പോൾ I അവിടെ കോമൺ ആയിട്ട് പൊതുവായി വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും? I കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ I × R ആണ് നമ്മുടെ V എന്ന് പറയുന്നത്. അപ്പോൾ IR = I × കോമൺ ആയിട്ട് I പുറത്തേക്ക് എടുത്തു, R1 + R2 + R3 എന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് രണ്ട് ഭാഗത്തുമുള്ള I ക്യാൻസലാക്കാം. അപ്പോൾ R = എന്ത് കിട്ടി? R1 + R2 + R3 എന്ന് ലഭിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ. അപ്പോൾ ഏത് സീരീസ് കണക്ഷനിലും അല്ലെങ്കിൽ ശ്രേണി രീതിയിലും സഫല പ്രതിരോധം അഥവാ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദ റെസിസ്റ്റേഴ്സ് ഗിവൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ പ്രതിരോധങ്ങളുടെയും വിലകൾ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? അവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻ എ സീരീസ് സർക്യൂട്ട് ദ വോൾട്ടേജ് അക്രോസ് ദ ഹയർ റെസിസ്റ്റൻസ് വിൽ ബി ഗ്രേറ്റർ. അപ്പോൾ ഒരു സീരീസ് കണക്ഷനിൽ അല്ലെങ്കിൽ ഒരു ശ്രേണി രീതിയിലുള്ള കണക്ഷനിൽ ഓരോന്നിലുമുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റൻസിനനുസരിച്ച് വ്യത്യാസം വരുന്നു. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റേഴ്സിൻ്റെ എല്ലാം വാല്യൂ സെയിം ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 3 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. 3 റെസിസ്റ്റേഴ്സിൻ്റെയും വില 2 ഓം ഈച്ച് ആണ്, അല്ലെങ്കിൽ 2 ഓം വീതമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂട്ടിയാൽ R1 + R2 + R3 എന്നാകുമ്പോൾ 2 + 2 + 2 6 എന്ന് കിട്ടും, അല്ലേ? ഇതിന് പകരമായി നമുക്ക് തന്നിരിക്കുന്ന വിലയായ 2നെ അതിൻ്റെ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, 3 റെസിസ്റ്റൻസല്ലേ പ്രതിരോധങ്ങളല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇഫ് ദ ഗിവൺ വാല്യൂ ഓഫ് ഓൾ ദ ഗിവൺ റെസിസ്റ്റേഴ്സ് ആർ സെയിം, ദെൻ ടു ഗെറ്റ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് മൾട്ടിപ്ലൈ ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് വിത്ത് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. മനസ്സിലായോ? അപ്പോൾ 3 റെസിസ്റ്റേഴ്സിൻ്റെയും വില അല്ലെങ്കിൽ പ്രതിരോധങ്ങളുടെയും വില തുല്യമാണെങ്കിൽ തന്നിരിക്കുന്ന പ്രതിരോധങ്ങളുടെ എണ്ണത്തെ ആ വില കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് R = small r into or n. Small r is the value of the resistor and n is the number of resistors. അപ്പോൾ അവിടെ R എന്ന് പറയുന്നത് തന്നിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വിലയും n എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റേഴ്സിൻ്റെ എണ്ണവും ആയിരിക്കും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് രണ്ടാമത്തെ രീതിയാണ് നമ്മുടെ സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ. മനസ്സിലായല്ലോ എന്താണെന്ന്? സീരീസ് കണക്ഷൻ എന്താ, ശ്രേണി രീതി മനസ്സിലായല്ലോ. ഇനി ഇതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഏണി പോലെ ലാഡർ ടൈപ്പിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ പാരലൽ കണക്ഷൻ ഉണ്ടാകുക, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ 16ാമത്തെ പേജിൽ ഫിഗർ 1.7 എടുക്കാം. അവിടെ കാണാം ഒന്നിൻ്റെ താഴെ മറ്റൊന്നായിട്ടാണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ദ കറൻറ്റ് കംപ്ലീറ്റ്സ് ദ സർക്യൂട്ട് ബൈ ഗെറ്റിംഗ് ഡിവൈഡഡ് ഇൻ ടു ഈച്ച് ബ്രാഞ്ച് സിൻസ് ദ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് സെല്ല് കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 3 റെസിസ്റ്ററിനും തുല്യമായതുകൊണ്ട് അതെന്ത് ചെയ്യും? അവിടെ വോൾട്ടേജ് തുല്യമായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ 3ൽ കൂടെയും ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും? വ്യത്യാസം ആയിരിക്കും. അപ്പോൾ ഇവിടെ വോൾട്ടേജ് എല്ലാത്തിനും ഈക്വലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും കറണ്ട് ഓരോന്നിലും ഉള്ളത് എന്തായിരിക്കണം? വ്യത്യാസമായിരിക്കും. അപ്പോൾ കറണ്ടാണ് അവിടെ വ്യത്യാസം.
അപ്പോൾ ആകെ കറണ്ട് അല്ലെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? മൂന്നിലെയും കൂടിയുള്ള കറണ്ട് ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. I1 എന്ന് പറയുന്നത് എന്താണ്? R1ൽ കൂടെ ഉള്ളത്. I2 എന്ന് പറയുന്നത് R2ൽ കൂടെ ഉള്ളത്. I3 എന്ന് പറയുന്നത് R3ൽ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് I എന്ന് കണ്ടുപിടിക്കണം. V/I സമം R ആണ്. അതുകൊണ്ട് ഓം നിയമം അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഓംസ് ലോ I ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? V/R ആയിരിക്കും അല്ലേ? അപ്പം ടോട്ടൽ വോൾട്ടേജ് എങ്ങനെ കാണാം? R1ൽ കൂടെയുള്ളത് V/R1, R2ൽ കൂടെയുള്ളത് V/R2, R3 ഉണ്ടെങ്കിൽ V/R3. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് നമുക്ക് ടോട്ടൽ കറണ്ട് I സമം V/R ആണ്. അപ്പോൾ V/R ഈസ് ഈക്വൽ ടു V/R1 പ്ലസ് V/R2 എന്ന് കിട്ടും അല്ലേ? എല്ലാത്തിലും V കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? V/R ഈസ് ഈക്വൽ ടു V കോമൺ ആയി പുറത്തേക്ക് എടുക്കാമല്ലോ. എന്നിട്ട് ഹോൾ ബ്രാക്കറ്റ് ഇടാം. അപ്പം V ഹോൾ ചിഹ്നം കാണിക്കുന്ന വലിയ ബ്രാക്കറ്റ് ഇടുന്നു. 1/R1 പ്ലസ് 1/R2 എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്താ കിട്ടുക? V/R ഈസ് ഈക്വൽ ടു V ഇൻറ്റു 1/R1 പ്ലസ് 1/R2 എന്ന് കിട്ടും. രണ്ട് സൈഡിലും V കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അഥവാ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമുള്ള V നമ്മൾ ക്യാൻസലാക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 1/R സമം 1/R1 പ്ലസ് 1/R2 എന്ന് ലഭിക്കും അല്ലേ? ഇതാണ് സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷനിൽ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യം സീരീസ് കണക്ഷനിൽ അല്ലെങ്കിൽ ശ്രേണി രീതിയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്? അപ്പോൾ ഇവിടെ നമുക്ക് 1/R സമം 1/R1 പ്ലസ് 1/R2 എന്നതിനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് രണ്ട് വിലകൾ മാത്രമാണ് അല്ലെങ്കിൽ രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രമാണ് തന്നിട്ടുള്ളൂ എങ്കിൽ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് സഫല പ്രതിരോധം കാണുന്നതിന് 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? 1/R ഈസ് ഈക്വൽ ടു R2 പ്ലസ് R1 ഡിവൈഡഡ് ബൈ R1 R2 എന്ന് കിട്ടും. ഇത് 1/R ആണ് അല്ലെ? 1/R ആണ് എന്ത് കിട്ടുന്നത്? R2 പ്ലസ് R1/R1 R2. അപ്പോൾ R കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ വ്യുൽക്രമം അതായത് റെസിപ്രോക്കൽ എടുത്താൽ പോരെ. അപ്പോൾ 1/R ഈസ് ഈക്വൽ ടു R2 പ്ലസ് R1 ഡിവൈഡഡ് ബൈ R1 R2 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ R-ൻ്റെ വില കാണുമ്പോൾ 1/R-നെ R ആക്കണമെങ്കിൽ R ഡിവൈഡഡ് ബൈ 1 എന്നല്ലേ പറയുന്നത്. അതുപോലെ R/1 ഈസ് ഈക്വൽ ടു നമ്മുടെ R2 പ്ലസ് R1/R1 പ്ലസ് R2ൻ്റെയും റെസിപ്രോക്കൽ എടുക്കണം. അപ്പോഴെന്താ കിട്ടുന്നത്? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ പാരലൽ കണക്ഷനിൽ അതായത് സമാന്തര രീതിയിൽ രണ്ട് വിലകൾ മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ എങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നതിനായി R ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റേഴ്സ് ആർ 2 ohm ആൻഡ് 4 ohm. ഓം എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തിൻ്റെ വില? പ്രതിരോധത്തെ കാണിക്കുന്ന യൂണിറ്റ് അല്ലേ? കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയറാണ്. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. വോൾട്ടേജിൻ്റെ യൂണിറ്റ് V തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ 2, 4 എന്ന രണ്ട് പ്രതിരോധങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് വെച്ച് ചെയ്താൽ എന്തായിട്ടാ? 2 × 4 ഡിവൈഡഡ് ബൈ 2 + 4 ഇല്ലേ? 2 ഗുണിക്കണം 4 ഡിവൈഡഡ് ബൈ 2 + 4. അപ്പോൾ നമുക്ക് 8/6 അതായത് 8/6 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 4/3 ആയിരിക്കും. ഇനി ഇതിന് പകരമായിട്ട് if the resistors of the same value are connected in parallel, നിങ്ങൾക്ക് ഒരേ വിലകളുള്ള രണ്ട് റെസിസ്റ്റേഴ്സാണ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്യേണ്ടത് ആവശ്യമില്ല. എളുപ്പം നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന പ്രതിരോധത്തിൻ്റെ അതായത് റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ചെയ്താൽ മതി.
സീരീസിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു സ്മോൾ r മൾട്ടിപ്ലൈ n അല്ലെങ്കിൽ ഇൻറ്റു n എന്നല്ലേ നമ്മൾ എഴുതിയത്. ഈ പാരലൽ കണക്ഷൻ അതായത് സമാന്തര രീതിയിൽ ക്യാപിറ്റൽ R അതായത് സഫല പ്രതിരോധം അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ മതി, സ്മോൾ r ഡിവൈഡഡ് ബൈ n. സ്മോൾ r എന്ന് പറയുന്നത് എന്താണ്, ദ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്ററും n എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സുമാണ്. അപ്പോൾ സ്മോൾ r എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വിലയും n എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ എണ്ണവുമാണ്. ഇപ്പോൾ ഉദാഹരണം, യു ഹാവ് ഗിവൺ 4 റെസിസ്റ്റേഴ്സ് വിത്ത് 3 ohm. അപ്പോൾ നിങ്ങൾക്ക് 4 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, വില 3 ohm വെച്ചിട്ടാണ്. ഇവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക, 3/4 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യാം. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊരു പട്ടികയുണ്ട്. പട്ടിക 1.6 പേജ് നമ്പർ 17, 17th പേജ് ടേബിൾ 1.6. അതിൽ രണ്ടിൻ്റെയും അൾട്ടർനേറ്റ് ആയിട്ട് ഫില്ല് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണോ വരുന്നത് അതവിടെ എഴുതിയാൽ മതി. അതിലൊന്ന് മാത്രം ഞാൻ വായിക്കാം. റെസിസ്റ്റൻസ് ഇൻ സീരീസ്, അതായത് ശ്രേണി രീതിയിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്, അതായത് സഫല പ്രതിരോധം കൂടുതലായിരിക്കും. അപ്പോൾ പാരലൽ അല്ലെങ്കിൽ സമാന്തര രീതിയിൽ ഓട്ടോമാറ്റിക് എന്താ നമ്മൾ എഴുതേണ്ടത്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ് അല്ലെങ്കിൽ പ്രതിരോധം കുറയുന്നു. ഇതേപോലെ ആ ടേബിൾ നിങ്ങൾ പൂർത്തിയാക്കുക. പിന്നെ അതിൽ തന്നിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, എൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി ഇതിലടുത്ത ഭാഗം നമുക്ക് എടുക്കാനുള്ളത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതിയുടെ താപഫലങ്ങളാണ്. അവിടെ നിങ്ങൾക്ക് കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അതായത് സോൾഡറിങ് അയൺ, പിന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ, ഇമ്മേഴ്സൺ ഹീറ്റർ, ഇങ്ങനെ 2-3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഹീറ്റിംഗ് ഇഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹീറ്റിംഗ് ഇഫക്റ്റിൽ എന്താ ചെയ്യുന്നത്, വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി ഹീറ്റിംഗ് ഇഫക്റ്റ്. ദി ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ടു ഹീറ്റ് എനർജി. ഇതിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതായത് പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ജൂൾ നിയമം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും ഹീറ്റിംഗ് ഇഫക്റ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ജൂൾ നിയമം, ജൂൾസ് ലോ തന്നെ ആണ്. അപ്പോൾ ഇതിൽ ഈ ഓരോ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചും അതിൽ ഉപയോഗിക്കുന്ന മറ്റ് ഭാഗങ്ങളെക്കുറിച്ചിട്ടുമെല്ലാം നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഏത് ഹീറ്റിംഗ് ഇഫക്റ്റ് വരുന്ന എക്യുപ്മെൻറ്റേയും അതായത് ഉപകരണത്തിൻ്റെയും മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഹീറ്റിംഗ് കോയിലായിരിക്കും. അപ്പോൾ ഇത് മെയിൻ പാർട്ട് ഓഫ് ആൻ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് ഏത് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഹീറ്റിംഗ് കോയിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുകൊണ്ട് ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക.